ഹലോ ഫ്രണ്ട്സ്, ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് മൈഫ്രോക്സിൽ ഞാനൊരു ഫ്ലവർ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. നമുക്ക് പുതുവർഷം ഒരു ഫ്ലവർ ഉണ്ടാക്കി തന്നെ തുടങ്ങാം. വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണിത്. സാറ്റിൻ റിബൺ കൊണ്ടാണ് ചെയ്യുന്നത്. അല്പം ക്വാളിറ്റി ഉള്ള റിബൺ നോക്കി വാങ്ങുക. നമുക്ക് ഫ്രോക്കിലും മറ്റും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫ്ലവറാണിത്. അതുകൂടാതെ ഇത് കടയിൽ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. ഇതിൻ്റെ മെഷർമെൻറ്റ് 1 ഇഞ്ച് വീതിയാണ് ഉള്ളത്. നീളം ഞാൻ 30 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 30 ഇഞ്ച് നീളമാണ് എടുത്തിരിക്കുന്നത്. അധികം നീളമായാലും ഇതിന് പൂ കാണാൻ ഭംഗി ഉണ്ടാവില്ല. വീതി മിനിമം 1 ഇഞ്ചെങ്കിലും ഉണ്ടായിരിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കിനിയും ഇത് വീഡിയോ നോക്കാം. ആദ്യം കൃത്യം പകുതിയായി എടുക്കുക സാറ്റിൻ റിബണിനെ. എന്നിട്ട് നമ്മളിതിനെ ഇങ്ങനെ ഒരു വി ഷേപ്പിൽ രണ്ടാക്കി ഇടുക. സെൻറ്റർ ഭാഗം ഇങ്ങനെ ആയിരിക്കണം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. ലെഫ്റ്റിലേക്കും ഇങ്ങനെ ഓരോ പ്രാവശ്യവും ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പോവുക. നമ്മളൊരു കൈ ഇവിടെ പിടിച്ചിട്ട് ഈ ഒരു തുമ്പ് മെല്ലെ വലിക്കുക. അതിനുശേഷം നമുക്കിത് ഈ നീളമുള്ള പോർഷൻ കട്ട് ചെയ്ത് കളയാം. ഇനി ഒരു സൂചിയും നൂലും ഉപയോഗിച്ച് ഇവിടെ നമ്മൾ ടൈറ്റ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ തയ്ച്ചെടുക്കാം. ഇങ്ങനെ തയ്ച്ച് എടുക്കുമ്പോൾ ഇതുപോലെ വട്ടം കറക്കിയിട്ട് ഒരു കെട്ടിട്ട് തയ്ക്കുക. ഇങ്ങനെ 1-2 പ്രാവശ്യം തയ്ച്ചെടുക്കുക. നല്ല ഭംഗിയുള്ള പൂ ഉണ്ടാവും. ഇത് അഴിഞ്ഞൊന്നും പോവില്ല. നമ്മളിതുപോലെ സൂചിയും നൂലും ഉപയോഗിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്കിവിടെ കുറച്ചുകൂടി ടൈറ്റായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കൂടി ഒരു സ്റ്റിച്ച് ഒരു നീളത്തിൽ ഇങ്ങനെ കൂടി കൊടുത്തിട്ട് ഒന്ന് തയ്ച്ചാൽ മതി. ഇതിനുള്ളിലേക്ക് സ്റ്റിച്ച് പോയിക്കോളും, അതറിയില്ല. പെറ്റൽസ് പിടിച്ചു വെച്ചിട്ട് തയ്ച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇൻ കേസ് അഴിഞ്ഞു പോകുന്നൊരു തോന്നലുണ്ടെങ്കിൽ അങ്ങനെയും കൂടി ചെയ്യുക. ഇതേ രീതിയിൽ തന്നെ നമുക്ക് 2 കളറുള്ള സാറ്റിൻ റിബൺ വെച്ചിട്ട് 2 കളറിലുള്ള ഡബിൾ കളറുള്ള ഫ്ലവറും ഉണ്ടാക്കാൻ പറ്റും. സെയിം മെഷർമെൻ്റ് ഒക്കെ സെയിം തന്നെയാണ്. അപ്പോൾ 2 റിബണിൻ്റെയും മെഷർമെൻറ്റ് സെയിം ആയിട്ട് തന്നെ എടുക്കുക. എന്നിട്ട് മറ്റേ ഫ്ലവർ വെച്ചതുപോലെ തന്നെ ഇതേമാതിരി സെൻറ്റർ പോർഷൻ ഇങ്ങനെ വരത്തക്ക രീതിയിൽ വെക്കുക. എന്നിട്ടിങ്ങനെ ഫോൾഡ് ചെയ്ത് പോവുക. ഇപ്പോൾ ഇത്രയും ഫുള്ളായിട്ട് മടക്കിയിട്ടുണ്ട്. നമുക്ക് 2 റിബണെല്ലാം കൂടെ പിടിച്ചിട്ട് വളരെ ഭംഗിയുള്ളൊരു ഡബിൾ ഷെയ്ഡ് ഫ്ലവറായി. ഇപ്പോൾ നമുക്ക് നേരത്തെ പോലെ തന്നെ ഈ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സൂചിയും നൂലും ഉപയോഗിച്ച് വട്ടത്തിൽ കെട്ടിട്ട് തയ്ച്ചെടുക്കുക. വേണമെങ്കിൽ പെറ്റൽസിൻ്റെ ഇടയിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഫ്രോക്കിൽ ഒട്ടിച്ച് വെക്കാൻ പറ്റും. അടിഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട്, ഇല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയും ചെയ്യാം. ഇത് ഡബിൾ കളർ വെച്ചുണ്ടാക്കിയതാണ്. 2 സാറ്റിൻ റിബൺ വെച്ച്. ഇത് കുറച്ചുകൂടി വീതി കുറഞ്ഞ സാറ്റിൻ റിബൺ വെച്ചുണ്ടാക്കിയതാണ്. 1/2 ഇഞ്ച് വീതിയുള്ള റിബൺ വെച്ചുണ്ടാക്കിയതാണ്. ഇതിൻ്റെ തന്നെ സിംഗിൾ ഷെയ്ഡാണ്. വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു ഫോർ വാച്ചിങ്.